തട്ട് സമൂഹമായി മണ്ണിനകത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹ രൂപീകരണം നടന്നിരുന്നിടത്ത് കുട്ടികളെ ആൺകുട്ടികളെ പ്രസവിക്കുന്നത് സ്ത്രീകൾക്ക് തന്നെ വലിയ കാര്യമായി അനുഭവിക്കുന്ന ലോകത്തേക്ക് മാറുകയും പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഗോത്ര ലോകങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നിടത്തു നിന്നാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബലം എന്ന് പറയുന്നത്, പുരുഷ ബലം എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ മൃഗങ്ങളുടെ ബലം എന്ന് പറയുന്നതിന് പകരം വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് സ്റ്റീം എൻജിൻ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂവൽ കൊണ്ട്, അത് തീ കൊണ്ടായാലും തിളപ്പിച്ച് സ്റ്റീം ഉപയോഗിച്ചിട്ടായാലും അത് കഴിഞ്ഞ് പിൽക്കാലത്ത് നമ്മൾ ഫ്യൂവലിന് വേണ്ടി നമ്മൾ ഓയിൽ ഉപയോഗിച്ചായാലും മനുഷ്യബലം എന്ന് പറയുന്ന അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ബലം ഉപയോഗിച്ച് ലോകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായ അതിന് വ്യത്യസ്തമായി ഒരു ബലമുണ്ടാക്കാൻ പറ്റും എന്നുള്ള കണ്ടുപിടുത്തമാണ് ഫാക്ട്. ഇതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. കർമാസ് ഇത് വളരെ നന്നായി ആ ഏരിയ പറയും. അപ്പം ആ ഫാക്ടറിയുടെ ചുറ്റിനും വരുന്ന ആരാണ് എന്നുള്ള ചോദ്യം വരും. എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയുണ്ട്. 16 മണിക്കൂർ തൊട്ട് 18 മണിക്കൂർ വരെ പണിയുള്ളവരാണ് മനുഷ്യർ മുഴുവൻ. അപ്പോൾ ഈ ഫാക്ടറി ഉപയോഗിക്കാനായിട്ട് കുറച്ച് പേരെ വേണം. ആ ആളുകളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, കാരണം അങ്ങനെ ആളുകളെ കിട്ടത്തില്ല. അപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രാമസമൂഹത്തിൽ കിടക്കുന്ന എല്ലാവർക്കും ഇത്രയും പണിയുണ്ടായിരിക്കുന്നവരുടെ ഇടയിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ അവിടുന്ന് ഏറ്റവും ദുർബലരായവരും കിട്ടാൻ പറ്റാത്തവരും വരാൻ പറ്റാത്തവരും ഒക്കെ അതുപോലെ തന്നെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുവരുന്നവരെയൊക്കെ തന്നെ കൊണ്ടുവന്നേ പറ്റും. അങ്ങനെ കൊണ്ടുവന്ന് ഫാക്ടറിയുടെ അടുത്ത് കൊണ്ടുവരുമ്പം ഈ അറിവ്, ഫാക്ടറിയുടെ ചെയ്യാൻ പറ്റുന്ന മെഷീൻ ഉപയോഗിക്കാൻ പറ്റുന്ന അറിവ് ഒരിക്കലും ഗ്രാമത്തിൽ നിന്ന് കിട്ടത്തില്ല, വീട്ടിൽ നിന്ന് കിട്ടത്തില്ല, ഗുരുകുല വിദ്യാഭ്യാസങ്ങളിൽ നിന്ന് ഒരു സെമിനാരിൽ നിന്നും കിട്ടത്തില്ല. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് ഭിന്നമായി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫാക്ടറിയോട് ബന്ധപ്പെട്ട് ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ വേണ്ടി പ്രത്യേക ട്രെയിനിങ് സെൻറ്റർ ഉണ്ടാക്കുന്നതാണ് ആധുനിക സ്കൂളുകളുടെ ആരംഭം. പക്ഷേ വ്യത്യസ്തമായ ആളുകളെയാണ് ഈ ഫാക്ടറിക്ക് ചുറ്റിനും കിട്ടിയത്. കാര്യമുണ്ട്, തട്ട് സമൂഹത്തിൻ്റെ യുക്തി അതിനകത്ത് കൊണ്ടുവന്ന ആ ആളുകളെ ഒന്നിച്ച് കൊണ്ടുവരാനൊക്കത്തില്ല. ഒന്നിച്ച് വ്യത്യസ്ത തട്ടിലുള്ള മനുഷ്യരെ കൊണ്ടുവന്ന്, അതും ഏറ്റവും ദുർബലരായ ആൾക്കാരെ തന്നെ. ഏറ്റവും കൂടുതൽ ആദ്യം ഈ ഫാക്ടറി ചുറ്റിനും സ്ത്രീകളാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ അറിയണം. കുട്ടികൾ, ദുർബലരായ പുരുഷന്മാർ ഒക്കെ കൂടെ ചേർന്നാണ് വന്നത്. ആ വരുന്ന ആളുകളെ ഒന്നിച്ച് നിർത്താൻ വേണ്ടി വരുമ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വ്യത്യസ്ത തട്ടിലുണ്ടായിരുന്ന ആളുകളെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന ആശയം ഒന്നാണ്. അങ്ങനെയാണ് സാഹോദര്യം, നമ്മളെല്ലാം സഹോദരരാണ്. മറ്റേതങ്ങനെയല്ല, ജാതി അനുസരിച്ച് കഴിവനുസരിച്ചിട്ട് തട്ട് സമൂഹത്തിൽ നിന്നിരുന്ന ആളുകളെ യോജിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്ന ആധുനിക മൂല്യം ലോകത്തുണ്ടാകുന്ന ഫാക്ടറിയോട് ചേർന്നാണ്. ആ ആധുനിക മൂല്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സഹോദരരാണ് എന്ന് പറയുന്ന ആശയം വരുന്നത്. അങ്ങനെയാണ് സാഹോദര്യം വരുന്നത്. അതേപോലെ നമ്മളെല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആശയം വരുന്നപ്പോഴാണ് ഈ 16 മണിക്കൂർ ഒരു 18 മണിക്കൂർ പണിയെടുക്കുക എന്ന് പറയുന്നതിന് പകരം കുറച്ച് മണിക്കൂർ നേരം പണിയെടുത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നവരായി മാറുമ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മണ്ണിൽ കെട്ടപ്പെട്ട് കിടന്നത്, കാരണം അത് നന്നായി പറയുന്ന സ്ഥലങ്ങളുണ്ട്. മണ്ണിൽ കെട്ടപ്പെട്ടവരെ മോചിപ്പിച്ച് ഫാക്ടറിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന മറ്റേ രണ്ട് മൂല്യവും. അപ്പോൾ സ്വാതന്ത്ര്യം, സ്വാഹോദര്യം, സമത്വം എന്ന് പറയുന്ന ആധുനിക മൂല്യം അങ്ങനെ വന്നപ്പോഴാണ്, പരസ്പരം തുല്യരാണെന്ന് പറയുമ്പോഴാണ് ജനാധിപത്യ മൂല്യത്തിൻ്റെ ആരംഭം ഉണ്ടാകുന്നത്. അത് ഫാക്ടറിയോട് ബന്ധപ്പെട്ട് മാത്രമേ ഉണ്ടാകൂ. നമ്മൾ ഒരു വേദത്തിനകത്തും സമത്വം എന്ന് പറയുന്ന സാധനം കിട്ടത്തില്ല. തരക്കാരുമായി ബന്ധപ്പെട്ടതേ ഉള്ളൂ. രാമായണത്തിലായാലും മഹാഭാരതത്തിലായാലും തരക്കാരുമായിട്ടാണ് യുദ്ധമൊക്കെ. തട്ട് സമൂഹത്തിൻ്റെ യുക്തിയാണ് അത്. ഇപ്പം ഗ്രീസിൽ പോയിട്ട് നമ്മൾ ഹെർക്കുലീസിൻ്റെ സാധനമൊക്കെ എല്ലാം തരക്കാർ തമ്മിലേ യുദ്ധമുള്ളൂ. ഒക്കെ ഗോത്രത്തിൻ്റെ ബോധമാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ആ ഗോത്രബോധത്തിനെ തട്ട് സമൂഹത്തിൻ്റെ ന്യായങ്ങൾ മാത്രമായിരുന്നു. അതിൻ്റെ ആശയ രൂപീകരണമാണ് മുകളിലൊരു ദൈവവും അതിന് താഴെ ഘടനാപരമായി താഴോട്ടുണ്ടാക്കിയിരിക്കുന്നത്.
ലോകത്തുണ്ടായ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയാണ് ഉണ്ടായത്. ഈ ഘടനാപരമായിട്ടാണ്, തട്ട് സമൂഹത്തിൻ്റെ യുക്തികളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹെറാർക്കിക്കൽ, ഏണിപ്പടി അല്ലെങ്കിൽ ശ്രേണീബദ്ധം എന്ന് നമ്മൾ പറയുന്ന തട്ട് സമൂഹത്തിൻ്റെ ന്യായങ്ങൾ പഠിപ്പിച്ച് ആളുകളെ പരസ്പരം അടിക്കാതെ ഒന്നിക്കുന്നത് എങ്ങനെ, വ്യത്യസ്തമായി നിൽക്കുകയും വേണം, പക്ഷെ ഒന്നിച്ച് നിൽക്കുകയും വേണം. അതുമാത്രമായിരുന്നു പഴയ സമൂഹത്തിനകത്തുനിന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു വേദത്തിനകത്തും അത് ബൈബിൾ എടുത്താലും ഖുർആൻ എടുത്താലും ഭഗവത്ഗീത എടുത്താലും ഒക്കെ തട്ട് സമൂഹത്തിൻ്റെ ന്യായം. അതുകൊണ്ടാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ഭഗവത്ഗീതക്കാരൻ പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ന്യായമാണ് അതിൻ്റെ. പക്ഷേ നീ കർമ്മം ചെയ്താൽ മതി, ഫലം നിൻ്റേതല്ല എന്ന് പറയുന്ന ന്യായവും പറയുന്നത് അതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ ഭയങ്കര മോചനത്തിന്, ഈ കാണുന്ന ലോകത്തു നിന്ന് രക്ഷപ്പെടാനാണെന്നാണ്. ഈ ലോകത്തു നിന്ന് എന്തിനാണ് രക്ഷപ്പെടുന്നത് എന്നുള്ളത് ജീവനെപ്പറ്റിയും ജീവിതത്തിനെ പറ്റിയുള്ള വിവരക്കേടാണത്. ഭഗവത്ഗീത എടുത്താലും ഖുർആൻ എടുത്താലും ബൈബിൾ എടുത്താലും ഉപനിഷത്ത് എടുത്താലും ജീവനെയും ജീവിതത്തിനെ പറ്റിയും യഥാർത്ഥത്തിലുള്ള അറിവില്ലായ്മയുടെ എന്താ പറയേണ്ടത്, വലിയ സമുച്ചയമാണ്. അല്ലാതെ അതിനകത്ത് നിന്ന് അറിവൊന്നുമില്ല. ഒരു വേദത്തിലും അറിവിരിപ്പില്ല. ലോകത്തിനെ നമുക്കനുകൂലമായി ഇണക്കുന്ന അറിവ്, ഈ ലോകത്തിനെപ്പറ്റി ഉമ്മാക്കിമാരെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന, അവനവൻ്റെ ദൈവങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു നെല്ലെങ്ങനെ വലുതായിട്ട് വലിയ അരിയെ മണിയും മാറ്റി ഒന്നിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാകും, കൂടുതൽ വിത്തുണ്ടാക്കാൻ പറ്റും, കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഒരു വടി എങ്ങനെയാണ് കുന്തമാക്കി മാറ്റാൻ പറ്റുമെന്ന് പറയുന്ന, ലോകത്തിനെ നമുക്കനുകൂലമാക്കി മാറ്റുന്ന, ട്രാൻസ്ഫോം ചെയ്ത് രൂപമാറ്റം വരുത്തി നമുക്കനുകൂലമാക്കുന്ന അറിവിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് ഒരു വേദത്തിനകത്തുനിന്നും ഒരു സാധനത്തിനൊന്നും കിട്ടത്തില്ല. ലോകം എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ ജീവിച്ചോളാൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾ മാത്രമേ ഈ വേദങ്ങളിൽ മുഴുവനും ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഒരു വേദവും ഖുർആൻ വായിക്കാൻ അറബി പഠിക്കണം എന്ന് പറയുന്നത് വേസ്റ്റായിട്ട് നിങ്ങളുടെ ജീവിതം കളയാം, വേറെ ഒന്നിനുമില്ല. സംസ്കൃതം പഠിച്ച് ഭഗവത്ഗീത വായിക്കാന്ന് പറഞ്ഞാൽ വേസ്റ്റായിട്ട് നിങ്ങളുടെ ജീവിതം കളയാം. ലാറ്റിൻ പഠിച്ച് ബൈബിൾ വായിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കളയാം, വേറെ ഒരു കാര്യവുമില്ല. തട്ട് സമൂഹത്തിൻ്റെ ന്യായങ്ങളല്ലാത്ത ഒരു ന്യായവും അതിനകത്തുനിന്ന് എടുക്കാനൊക്കത്തില്ല. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വേദങ്ങൾ പഠിക്കാൻ നിങ്ങൾ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അഹോ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതേ സമയത്ത് ഒരു നെന്മണി എങ്ങനെയാണ് വലിയ നെന്മണിയാക്കി മാറ്റാൻ പറ്റുന്നത്, ഒരു കോഴിയെ എങ്ങനെയാണ് നമുക്ക് അനുകൂലമായ കോഴിയാക്കി മാറ്റാൻ പറ്റുന്നത്, ഒരു പട്ടിയെ എങ്ങനെയാണ് നമുക്ക് അനുകൂലമായ പട്ടിയാക്കി മാറ്റാൻ പറ്റുന്നത്, ഒരു തെങ്ങ് എങ്ങനെയാണ് നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റുന്നതെന്ന് പറയുന്ന കാർഷികമായ അറിവിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്ന ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന അറിവാണ്. പക്ഷേ ഈ അറിവ് മുഴുവനും നേരത്തെ പറഞ്ഞ മനുഷ്യ സമൂഹം ഹെറാർക്കിക്കലായി തട്ട് സമൂഹത്തിനകത്തൂടാണ് ഈ അറിവുകളെല്ലാം. അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത സ്ഥലമാണ് പുതിയ അറിവ്. അതൊരിക്കലും ഒരു വീട്ടിനകത്തു നിന്നോ ഒരു വേദത്തിനകത്തു നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സംഘത്തിനകത്തു നിന്നോ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. പുതിയതായി പഠിപ്പിച്ചേ പറ്റൂ ഫാക്ടറിയിലെ അറിവ്. അതുകൊണ്ട് അച്ഛനമ്മമാർക്ക് ആദ്യകാലത്ത് ചരിത്രത്തിലാദ്യമായിട്ട് സ്കൂളിൽ പോയി പഠിക്കുന്ന കുട്ടികളെക്കാൾ അറിവില്ലാത്തവരാണെന്നും പ്രായം കൊണ്ട് അറിവുണ്ടാകുമെന്നും അനുഭവം കൊണ്ട് അനുഭവജ്ഞാനം കൊണ്ട് അറിവുണ്ടാകുമെന്ന് പറയുന്ന ഒന്നും തന്നെ സംഭവിക്കത്തില്ല എന്നും നമ്മളറിയണം. കാരണം സ്കൂളിൽ പഠിക്കുന്നവർ ആയിരക്കണക്കിന് അറിവ് ചേർത്തിണക്കിയതിനെയാണ് സിലബസ് നമ്മൾ പറയുന്നത്. ആയിരക്കണക്കിന് പുസ്തകം എന്ന് പറയുന്നത് മറ്റു മനുഷ്യരുടെ പ്രതിനിധിയാണ്, അവരുടെ റെപ്രസെൻറ്റേഷനാണ്, അവരുടെ അറിവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥം മാത്രമാണ്. മനുഷ്യരിൽ നിന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അല്ല, ഞാൻ പുസ്തകത്തിൽ നിന്നാണ് പഠിക്കുന്നത്, മനുഷ്യരിൽ നിന്നല്ലെന്നൊക്കെ ആൾക്കാർ പറയും. മനുഷ്യരുടെ പകരം റെപ്രസെൻറ്റേഷനാണ്. സൈൻ ലാംഗ്വേജിലേക്ക് നമ്മൾ മാറിയതാണ്. അപ്പോൾ ആ ലെവലിൽ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഫാക്ടറിയിലേക്കുള്ള പുത്തൻ അറിവ് നൽകുന്ന പുതിയ സമൂഹത്തിൻ്റെ, അപ്പോഴാണ് ആദ്യമായി ചരിത്രത്തിൽ സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം എന്ന് പറയുന്ന 3 മൂല്യങ്ങൾ വരുന്ന ഹെറാർക്കി അല്ലാത്ത ഒരു സമൂഹത്തിൻ്റെ യുക്തികൾ ലോകത്ത് വരികയും അതിനോടനുബന്ധിച്ച് അതുവരെ തട്ടായ സമൂഹത്തിൻ്റെ ന്യായത്തിന് വേണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിനെ മാറ്റുന്നത് അങ്ങനെയാണ് ക്രോമലിൻ്റെ കാലത്താണ്. അപ്പോഴും ഒരു കൂട്ടം നേതൃത്വത്തിലുള്ള
പ്രഭുക്കന്മാരുടെ കൂട്ടായ്മയെ ആദ്യം ഉണ്ടായുള്ളൂ, അല്ലാതില്ല. ആ രാജാവായിരുന്ന ആൾ അയാൾക്ക് ഉപദേശക ആയിട്ട് എല്ലാ ഗോത്രത്തിൻ്റെ നേതാക്കന്മാരെ ഈ കൊച്ചു ദൈവങ്ങളെ മുഴുവൻ ഇണക്കുന്നത് പോലെയാണ് ഈ ഗോത്രങ്ങളെ, അങ്ങനെ രാജസഭകളുണ്ടായിരുന്നത്. ആ രാജസഭ ഭരണപരമായി അതുവരെയും ഭരിക്കുക എന്ന് പറയുന്ന യുക്തിക്കകത്താണ് ഈ തട്ട് സമൂഹം മുഴുവൻ നിന്നിരുന്നത്. രാജാവിനെ മാറ്റി ഈ സംഘ ആണ് പിന്നെ ഭരിക്കുന്നത്. അവിടെയാണ് തിരഞ്ഞെടുപ്പ്. എന്നാൽ ഇതിൻ്റെ ഈ തരത്തിലുള്ള ആശയങ്ങൾ പല സമയങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പം റിപ്പബ്ലിക്ക് ഉണ്ടാകുന്നുണ്ട്, അന്ന് സിറ്റിസൺ എന്നാണ് പറയുന്നത്. സിറ്റി സ്റ്റേറ്റുകളുടെ യോജിപ്പിനെയാണ് അവിടെ അവർ കണ്ടിരുന്നത്. അല്ലാതെ അവിടെ അടിമകളുണ്ട്, അവർക്കെല്ലാം വോട്ട് കൊടുക്കുന്നതിനെ പറ്റി, അവർ തിരഞ്ഞെടുപ്പിക്കുന്നതിനെ പറ്റി ഒന്നും പ്ലേറ്റോയ്ക്ക് അറിഞ്ഞൂടാ, സോക്രട്ടീസിന് അറിഞ്ഞൂടാ. സോക്രട്ടീസിന് സർവജ്ഞാനിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാളുടെ പ്രശ്നത്തിനെ പറ്റി അയാൾക്ക് അറിഞ്ഞൂടാ, കാരണം ഫാക്ടറി ഉണ്ടായിട്ടില്ല. അപ്പോൾ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ജനാധിപത്യ മൂല്യം ഫാക്ടറിയോട് ബന്ധപ്പെട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ കൊച്ചു ഗ്രാമം വീണ്ടും വളർന്ന് പട്ടണമായി, പട്ടണം പിന്നെ നഗരമാകുന്നത്. അപ്പോഴാണ് പക്ഷേ ഇതെല്ലാം തട്ട് സമൂഹത്തിനകത്തൂടെ തന്നെ അത് രൂപപ്പെട്ടിട്ടുള്ളൂ. കലരുക എന്ന് പറയുന്ന ഈ തട്ടുകൾ അല്ലാതെ വ്യക്തികളുടെ അതിരുബോധങ്ങൾ മാറി നമ്മൾ എന്ന് പറയുന്നത്, നമ്മുടെ ഗോത്രം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, നമ്മുടെ സാമ്രാജ്യം എന്ന് പറയുന്നതിൽ നിന്ന് ഭിന്നമായി നമ്മളൊരു കൂട്ടമാണ്, വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോഴും ഒരു കൂട്ടമാണ് എന്നുള്ള അറിവുണ്ടാകണമെങ്കിൽ ഫാക്ടറി ഉണ്ടായാൽ പറ്റും. ഫാക്ടറി വരാത്ത ഒരു സ്ഥലത്തും ഈ പറയുന്ന മൂല്യബോധം രൂപപ്പെടത്തില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ യാഥാർത്ഥ്യം. ഞാൻ ഈ പറയുന്ന സ്ഥലത്താണ്. ആശയം എന്നുള്ള നിലവാരത്തിൽ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം നിൽക്കുമ്പോഴും കാർഷിക സമൂഹം കൂടുതൽ നിൽക്കുന്ന എല്ലാ സമൂഹത്തിനകത്ത് തട്ട് സമൂഹം നിൽക്കും. ഇതുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള രാജ്യം ഈ തട്ട് സമൂഹത്തിൽ നിൽക്കുന്നത്. ഇപ്പോഴും കൃഷി, അതേ സമയത്ത് എവിടെയാണോ വ്യത്യസ്തതയുള്ള ആളുകൾ ഒന്നിച്ചുകൂടി വന്നിരിക്കുന്നത്, ഫാക്ടറികൾ രൂപപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ്. അല്ലാതെ യൂറോപ്യൻ സംസ്കാരമല്ലത്, പടിഞ്ഞാറൻ സംസ്കാരമല്ല, വ്യാവസായിക സംസ്കാരം എന്നാണ് പറയുന്നത്. അപ്പം ഘട്ടമായിട്ട് മനുഷ്യരെ മനസ്സിലാക്കുകയാണെങ്കിൽ ഹണ്ടർ ഗ്യാദറേഴ്സ്, ഭക്ഷണം ശേഖരിച്ച് നായാടി ജീവിക്കുന്നവരെന്നും, രണ്ടാമത് കാർഷിക സമൂഹമെന്നും, മൂന്നാമത് വ്യവസായ സമൂഹമെന്നും 3 ഘട്ടത്തിനെ നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അല്ല കാർമാസ് പറയുന്നത് പോലെ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്നും, എന്താണ് അടിമത്വമെന്നും, അത് കഴിഞ്ഞ് ഫ്യൂഡലിസമെന്നും, അത് കഴിഞ്ഞ് സോഷ്യലിസമെന്നും, അത് കഴിഞ്ഞ് കമ്മ്യൂണിസം എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ലോകത്തുള്ള യാഥാർത്ഥ്യങ്ങളുമായിട്ട് അതിന് പലതരത്തിൽ ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഭാഗികമായ കാഴ്ചകളാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ആന്ത്രപ്പോളജിക്കലായിട്ടും മനസ്സിലാക്കണമെങ്കിൽ കാർഷിക വൃത്തി ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഹണ്ടർ ഗ്യാതറിങ് സൊസൈറ്റി ആയിട്ടും, അതിനുശേഷം അഗ്രികൾച്ചർ സൊസൈറ്റി ആയിട്ടും, അത് കഴിഞ്ഞ് വ്യവസായ കേന്ദ്രീകൃതമായ സമൂഹം, ഇത് കലർന്നു നിൽക്കുന്നതും കൂടാണ്. അല്ലാതെ ഇത് ഒന്ന് പ്രധാനമായി മാറിയ സമൂഹം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ലാതെ ഇതെല്ലാം കൂടെ പോയി ഒന്ന് മാറി എന്നുള്ള കൺസെപ്റ്റ് ഘട്ടമേ അല്ല, കലർന്ന് നിൽക്കുന്ന അവസ്ഥകളാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാട്ടിൽ കഴിയുന്ന ഗോത്ര സമൂഹം തൊട്ട് കൃഷി സമൂഹവും തട്ടുതട്ടുതായി നിൽക്കുന്ന സമൂഹങ്ങളും, അത് കഴിഞ്ഞിട്ട് ഫാക്ടറിയും കൂടെ വന്നിരിക്കുന്ന കലർന്ന സമൂഹങ്ങളാണ്. ഇങ്ങനെ കലർന്ന് നിൽക്കുന്ന സാമൂഹിക ക്രമത്തിനകത്താണ് തട്ട് സമൂഹത്തിൻ്റെ മൂല്യബോധം കാർഷിക സമൂഹം പ്രബലമായി നിന്നാൽ തുടരും. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കാർഷിക സമൂഹമാണ് പ്രബലമായിട്ട് നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് തട്ട് സമൂഹത്തിൻ്റെ മൂല്യമാണ് പഠിപ്പിക്കുന്നത്. അന്ന് കൃഷി സമൂഹം എന്ന് പറഞ്ഞാൽ ഗോത്രത്തിനകത്തുള്ള ആൾക്കാരുടെ സ്വാഭാവികമായ കൂർ, ഒരു ജീവി എന്നുള്ള നിലവാരത്തിൽ മനുഷ്യർക്ക് മറ്റുള്ള എല്ലാ ജീവികളെ പോലെ തന്നെ കൂർ അനുഭവിക്കുന്നത്, നമ്മൾ ലോയൽറ്റി അനുഭവിക്കുന്നത് നമ്മുടെ ഗോത്രത്തിനോടായിരിക്കും. അപ്പോൾ ഗോത്രത്തിനകത്തെ അംഗമായിരിക്കുന്ന മനുഷ്യർ, ഗോത്രത്തിനായിരിക്കുന്ന അംഗമായിരിക്കുന്ന മനുഷ്യരുടെ കൂറാണ് ഗുരുകുല വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം, സെമിനാരി വിദ്യാഭ്യാസം കൊണ്ട് ആളുകളെ ഈ ഗോത്രക്കൂറിൽ ഉള്ള മനുഷ്യരുടെ ബോധം രാജാവിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു മതം ചെയ്തിരുന്നത്.
അല്ലാതെ മതം മനുഷ്യനെ സ്നേഹിക്കാനാണെന്ന് നാരായണ ഗുരു പറയുന്ന പോലെ അല്ല. അതിനി എത്ര വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചാലും അതുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയ സോദരത്തനെ വാഴുന്ന മാതൃകാ സ്ഥാനത്ത് ആളുകൾ എത്താത്തത്. അദ്ദേഹം ഉണ്ടാക്കിയ ക്ഷേത്രങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയണം. അദ്ദേഹം ഉണ്ടാക്കിയ ക്ഷേത്രങ്ങൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന് എഴുതുന്ന സ്ഥലത്തേക്ക് പോകുന്നത്, അവർണർക്ക് പ്രവേശനമില്ലെന്ന് എഴുതുന്നിടത്തേക്ക് പോകുന്നത് ഒക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ഹിന്ദുക്കളാണെന്ന് പറഞ്ഞിട്ട് SC/ST കല്യാണത്തിന് കൂടണ്ട എന്ന് പറയുന്നതൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാരായണ ഗുരു മനുഷ്യരെ യോജിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് സോദരത്തേന മാതൃകാ സ്ഥാനം, ജാതി ഭേദം എന്ന് ഞാൻ വിവേചനങ്ങളില്ലാത്ത ഒരു സ്ഥലമാണെന്ന് പറയുമ്പോൾ ഈ തട്ട് സമൂഹത്തിൻ്റെ മൂല്യബോധം ഉപദേശം കൊണ്ട് മാറ്റാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നടക്കത്തില്ല. ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് വഴിയോ ഒരു ബസ് ഉണ്ടാക്കുന്നത് വഴിയോ ആളുകൾ യോജിക്കുക, ഒരു ഫാക്ടറി ഉണ്ടാകുന്നത് വഴി യോജിക്കുന്നുണ്ടാകും. വ്യത്യസ്തരായി നിലനിൽക്കുമ്പോൾ തന്നെ ഒന്നിക്കുക എന്ന് പറയുന്ന ഈ പ്രോസസ്സ് വരണമെന്നുണ്ടെങ്കിൽ തട്ട് സമൂഹത്തിൻ്റെ യുക്തി മാറി നമ്മൾ സമത്വവും സാഹോദര്യവും എന്ന് പറയുന്ന ആശയത്തിനകത്ത് സ്വാതന്ത്ര്യത്തിനോടെ ഒന്നിച്ച് ചേരാനായിട്ട് കഴിയുന്ന ഫാക്ടറി സമൂഹങ്ങൾ രൂപപ്പെടുന്നിടത്ത് മാത്രമേ ഈ തട്ട് സമൂഹത്തിൻ്റെ മൂല്യബോധം പോവുള്ളൂ. നമ്മുടെ നാട്ടിനകത്ത് ഇപ്പോൾ ഈ BJP പോലുള്ള ഈ സാധനങ്ങൾ വന്ന് വീണ്ടും ഈ തട്ട് സമൂഹത്തിൻ്റെ യുക്തികൾ നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് ദൈവവിശ്വാസം ഉറപ്പിക്കുന്ന യുക്തിയൊക്കെ തട്ട് സമൂഹത്തിൻ്റെ യുക്തികളാണ്. അത് ജനാധിപത്യപരമായ സമൂഹത്തിൻ്റെ ഘടകവിരുദ്ധമാണ്. അപ്പം നമ്മൾ ജനാധിപത്യം നേരത്തെ പറഞ്ഞല്ലേ, വോട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും മൂല്യബോധമുള്ള സാധനമായി നമ്മൾ കണ്ടുപിടിക്കുന്നത്. രാജാവിനെ വംശാവലി അനുസരിച്ചിട്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് പോലും വംശാവലി പറയുന്നത്. പാവം പിടിച്ച ഒരുത്തനായിരുന്നു, തൊഴുത്തിൽ വളർന്നവനാണ്. പക്ഷേ എന്നാലും അത് പറഞ്ഞ് ആദത്തിലെത്തിക്കും. ഈ തരത്തിലുള്ള തട്ട് സമൂഹത്തിൻ്റെ യുക്തികളാണ്. ഇപ്പം എന്താണ് ശ്രീരാമൻ്റെ ഇക്ഷ്വാവംശം സൂര്യവംശം ഒക്കെ പറയുന്നത് അതുകൊണ്ടാണ്. സൂര്യനാണ് അന്ന് ദൈവം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി അവതാരമായി പ്രവാചകനായുള്ള കഥകളെല്ലാം നിൽക്കുന്നത്. നബിയൊക്കെ പ്രവാചകനായി മാറുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിൽ നിന്ന് നേരിട്ട് കണക്ഷനാണ്. പിന്നെ അയാളെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. തട്ട് സമൂഹത്തിൻ്റെ ന്യായങ്ങൾ പഠിപ്പിക്കുന്നതാണ് മതം. മതത്തിനകത്തുനിന്ന് ജനാധിപത്യത്തിൻ്റെതായ യാതൊരു മൂല്യവും പഠിക്കാനില്ല. ഇത് ഇത്രയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് വരാം. ഇത്രയും അറിയണം. നമ്മുടെ നാട്ടിൽ ജനാധിപത്യം ഇപ്പോൾ ഇംഗ്ലണ്ടിലായാൽ അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയിലായാൽ ഈ തട്ട് സമൂഹത്തിനകത്തുനിന്ന് രാജാവിനെ മാറ്റി എന്നുള്ളതല്ലാതെ തട്ട് സമൂഹത്തിൻ്റെ ക്രമം അഴിച്ചിട്ടേ ഇല്ല. ഒരു കോർബലയിൽ എങ്ങനെയാണ് എല്ലാവരെയും ചേർത്ത് അതിൻ്റെ തലപ്പത്തിരുന്ന രാജാവിൻ്റെ തല എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിൻ്റെ തല മാറ്റി ഉടൽ നിലനിർത്തുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അമേരിക്ക ആയാൽ ഇംഗ്ലണ്ടായാൽ യൂറോപ്പായാൽ ഇന്ത്യ ആയാൽ നമ്മൾ ഈ കാണുന്ന സമൂഹങ്ങളിൽ മുഴുവനും ഈ ഉടൽ തട്ടായിട്ട്. അതുകൊണ്ടാണ് ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുത്താലും തട്ട് സമൂഹത്തിൻ്റെ ഘടനാപരമായ അകത്തേക്കാണ് നമ്മൾ അവരെ കൊണ്ടുപോയിരുന്നത്. മോദി ആയാലും പിണറായി ആയാലും പോയിരിക്കുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. അതിൻ്റെ ഘടന എന്താന്ന് പറഞ്ഞാൽ ഒരാളെ ചെറുതാണെന്ന് അനുഭവിക്കുന്നത്. അമ്പലത്തിൻ്റെ വാതിൽ ചെറുതാക്കി വെച്ചിരിക്കുന്ന കുനിഞ്ഞ് കയറാനാണ്. കാരണം കീഴ്പ്പെടുത്തുന്ന യുക്തിയാണ് അവിടെ ഉള്ളത്. ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങിൽ അനങ്ങാതെ അതിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന കാണപ്പെട്ട ദൈവമായിരിക്കുന്ന രാജാവ് പറയുന്നത് എതിർവായില്ല എന്ന് പഠിപ്പിച്ച് അനുസരണ പഠിപ്പിക്കുന്ന ബോധരൂപീകരണമാണ് ഈ കുട്ടിക്കാലത്തെ ചെയ്ത് മദ്രസയിലും സെമിനാരിയിലും ഗുരുകുല വിദ്യാഭ്യാസത്തിനകത്തൂടെ മനുഷ്യരെ പഠിപ്പിച്ച് മെരുക്കി അടിമകളാക്കിയ മതരൂപീകരണത്തിനകത്തൂടെ ജനാധിപത്യ ബോധം സാധ്യമല്ല. അതുപോലെ മനുഷ്യരെ ഭരിക്കാൻ വേണ്ടി കീഴടക്കി ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കോടതിയായാലും പട്ടാളമായാലും പോലീസായാലും ഭരണക്രമമായാലും തട്ട് സമൂഹത്തിൻ്റെ ഉടലാണത്. നമ്മൾ ആകെ മാറ്റിയത് രാജാവിനെ മാത്രമാണ്. ഇന്ന് നമ്മൾ നൂറുകണക്കിന് രാജാക്കന്മാരെ ഉൽപ്പാദിപ്പിച്ച് ഈ ഭരണം, ഇതുകൊണ്ടാണ് കാർൽ മാർക്സ് ഈ ഭരണകൂടം എന്ന് വിളിക്കുന്നത്.
ആ സ്ട്രക്ചർ അങ്ങനെയാണ് നിൽക്കുന്നത്. കാഫ്കയുടെ കഥയ്ക്കകത്തൊക്കെ നമുക്ക് ഈ സ്ട്രക്ചർ എങ്ങനെ, ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ആർക്കും അറിഞ്ഞുകൂടാതെ. കാരണം ഉത്തരവാദിയെ നമ്മൾ മാറ്റി, രാജാവിനെ മാറ്റി, പ്രതിനിധിയെ മാറ്റി, ദൈവത്തിൻ്റെ പ്രതിനിധിയെ മാറ്റി. പക്ഷേ ഉടലങ്ങനെ തന്നെ നിർത്തി അതിൻ്റെ മണ്ടേ കയറിയിരിക്കുന്നവനെല്ലാം ഭരിക്കും. അപ്പം ജനാധിപത്യത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ്, നമ്മുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്തിട്ട് അവർ പോകുന്നത് ഇപ്പോഴും ഭരിക്കാനാണ്. ഇപ്പോൾ ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് കയറി പിണറായി ഇരിക്കുമ്പം അയാൾ ഭരിക്കാനായിരിക്കുന്നത്. അവിടെ നല്ല ആളുകളെ ഇരുത്തിയാലൊന്നും ഇത് മാറത്തില്ല. ഞാനൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അഴിമതിയിൽ സംശുദ്ധ രാഷ്ട്രീയക്കാരനായിരുന്നു ഗാന്ധി എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ഹെയറാർക്കിക്കലാണ്. ഇത്രയധികം ജനാധിപത്യ വിരുദ്ധമായി ചിന്തിച്ച ഒരുത്തനെ വേറെ കിട്ടത്തേയില്ല. അത്രയാണ്. വേറെ ആളുകൾ സമരം ചെയ്യുമ്പം നിഷേധിച്ച് കളയും, അയാൾ പറയുന്നത് അനുസരിക്കണം. അതിന് പട്ടിണി കിടന്ന് മനുഷ്യരുടെ മനസ്സ് മാറ്റുന്ന യുക്തിയാണ് ഞാനിപ്പോൾ ചാടിച്ചാകും എന്ന് പറയുന്നതാണ് സത്യാഗ്രഹം. ഇത് എല്ലാ വീട്ടിനകത്തും ആളുകൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഞാനിപ്പോൾ ചാടി പട്ടിണി കിടക്കും, ദേഷ്യം വന്നവർ പട്ടിണി കിടക്കും, മിണ്ടാതിരിക്കും. ഇതെല്ലാമാണ് ഉപവാസം എന്നൊക്കെ പറയുന്ന ഈ സകല സാധനവും മറ്റുള്ളവരുടെ മനസ്സ് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകളാണ്, ടെക്നിക്കുകളാണ്. അതല്ല, അതിനകത്തൊന്നും ഒരു ജനാധിപത്യവും ഇല്ല. തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ജനപ്രതിനിധികളെ ഭരിക്കാനല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ഭരിക്കാനല്ല. ഭരണ സംവിധാനങ്ങൾ നിലനിർത്തി ഭരണം നടത്തി ജനാധിപത്യം വാഴ്ത്താൻ പറ്റില്ല. ഇത് അഴിക്കണം. ജനാധിപത്യത്തിന് പുതിയ രൂപീകരണം തന്നെ വരണം. നമ്മൾ രൂപപ്പെടുത്തിയ വീടുകൾ ലിംഗവിവേചനമുള്ളതാണ് വീടുകൾ, ജാതി വിവേചനമുള്ളതാണ് വീടുകൾ. പോലീസുകാർ എന്ന് പറയുന്നത് തട്ട് സംസ്കാരത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, ഭരിക്കാനാണ്. അവർക്ക് അടിക്കാൻ ഉള്ള വടിയും കുത്താനുള്ള കുന്തവും ഇപ്പം തോക്കുമാണ് കൊടുക്കുന്നത്. അവരിൽ നിന്ന് ജനാധിപത്യ സംസ്കാരം കിട്ടത്തില്ല. കോടതിയിലിരിക്കുന്ന കോന്തന്മാർ മുഴുവനും തട്ട് സമൂഹത്തിൻ്റെ യുക്തികളിലാണ്. ഇതുകൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ മജിസ്ട്രേറ്റ് കോടതി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, അത് കഴിഞ്ഞ് ഹൈക്കോടതി, അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി എന്ന് പറയുന്ന തട്ട് സമൂഹത്തിൻ്റെ യുക്തികളാണ്. അവിടെ എത്ര ആര് പോയിരുന്നാലും മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റത്തില്ല. അഴിക്കണം. ശരീരം അഴിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഘടന അഴിച്ചേ പറ്റൂ. ജനാധിപത്യ സംസ്കാരത്തിന് ചേരുന്ന വീടുകളുണ്ടാകേണ്ടതുണ്ട്. ജനാധിപത്യത്തിൻ്റെ സംസ്കാരത്തിന് നിങ്ങൾ തുല്യതയുടെയും ജനാധിപത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റേതായിട്ടുള്ള കോടതികളുണ്ടാകേണ്ടതുണ്ട്. എന്താണ് ഈ ഭരണ സംവിധാനങ്ങൾ, ഭരണമല്ല ക്രമീകരണം എന്നാണ് വാക്ക് പറയേണ്ടത്. നമ്മൾ എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കുന്ന, എല്ലാവരും അധ്വാനിക്കുന്നതിനകത്തുനിന്ന് കളക്ട് ചെയ്തെടുക്കുന്ന ചുങ്കം. പണ്ട് രാജാവിന് കൊട്ടാരം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന കാശ്, രാജാവിന് സേന ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന കാശ് ഇന്ന് റോഡും പാലവും, പണ്ട് രാജാവിൻ്റെ ഇഷ്ടം കൊണ്ട് നമ്മളോട് കരുണ തോന്നുന്നത് വഴി പൊന്നുതമ്പുരാൻ ഉണ്ടാക്കി തന്നിരുന്ന റോഡും സാധനമല്ല, ഇന്ന് പബ്ലിക് റോഡാണ്. അയ്യങ്കാളി വണ്ടി വിട്ട പബ്ലിക് റോഡാണ്. ഈ പബ്ലിക് റോഡ് രൂപപ്പെടുത്തുന്നതിനകത്തൂടാണ് തട്ട് സമൂഹത്തിന് പകരം ജനാധിപത്യ സംസ്കാരമുള്ള സമൂഹം രൂപപ്പെടണം. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ 1950 റിപ്പബ്ലിക്കായി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയ ഭരണ സംവിധാനമാണല്ലോ ഭരണഘടന. ഈ സാധനത്തിന് ഒരു കമ്പളം, ഒരു തുണിയെടുത്ത് സകല അഴുക്കിൻ്റെ മേളിൽ വിരിച്ചിട്ടതുപോലാണ്. സകല തട്ടുകളും നിലനിർത്തി അതിൻ്റെ മുകളിൽ ഒരു കമ്പളം വിരിക്കുന്നത് പോലെ മാത്രമാണ് ഭരണഘടന നിൽക്കുന്നത്. ഇത് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂം ഇതുവരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ജാതി തട്ട് സമൂഹത്തിനകത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടാണ് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഉള്ള ക്ലാസ് റൂം രൂപപ്പെട്ടത്. ജനാധിപത്യം പഠിപ്പിക്കണമെന്നുള്ള ക്ലാസ് റൂം രൂപപ്പെടണമെങ്കിൽ രൂപത്തിലെങ്കിലും ഉണ്ടാക്കുന്ന രൂപം ഇതുവരെ ഈ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഈ ക്ലാസ് റൂമിനകത്ത് തട്ട് സമൂഹമാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, നമ്മളെപ്പോലെ രാജ്യത്താണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിപ്പിക്കാൻ വേണ്ടി അവർക്ക് കുറച്ച് ശമ്പളക്കാർ,
അവർക്ക് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് കുറച്ച് തൊഴിലാളികളായിരിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് രാഷ്ട്രീയം പാടില്ല എന്ന് അവർ പറഞ്ഞത്. ഇന്നും 18ാമത്തെ വയസ്സിൽ രാഷ്ട്രീയമായ ബോധരൂപീകരണത്തോടെ തിരഞ്ഞെടുക്കാൻ പോകേണ്ട ആളുകളെ ഉണ്ടാക്കുന്ന ക്ലാസ് റൂം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പാടില്ലാത്ത ക്ലാസ്സിൽ പോയി പഠിച്ചാൽ മതി, നീ പഠിക്കാൻ നടക്കുമ്പോൾ രാഷ്ട്രീയം കളിക്കാൻ നടക്കരുതെന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് റൂംസാണുള്ളത്. അവിടെ ലിംഗവിവേചനം കൂടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആണിനെയും പെണ്ണിനെയും രണ്ടാക്കി മാറ്റിയാണ് ഇരുത്തുന്നത്. ഒന്നിച്ച് ജീവിക്കേണ്ട സമൂഹത്തിൻ്റെ യുക്തികളല്ല. ഇത്തരത്തിലുള്ള ഘടനാപരമായി ക്ലാസ് റൂം മാറ്റിയിട്ടില്ല, കോടതി മാറ്റിയിട്ടില്ല, പോലീസിനെ മാറ്റിയിട്ടില്ല, അഡ്മിനിസ്ട്രേഷൻ മാറ്റിയിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് നമ്മൾക്ക് ഈ തരത്തിലുള്ള ഒരു ജനാധിപത്യ സംസ്കാരം ഉണ്ടാകുന്നത്? എവിടെ നിന്നാണ്? എവിടുന്ന് പഠിക്കും നമ്മൾ? എവിടുന്ന് തിരഞ്ഞെടുപ്പ് പഠിക്കും? സ്വന്തം ഇണയെ ഇതുവരെ തിരഞ്ഞെടുക്കാൻ പഠിച്ചിട്ടില്ല. പോലീസുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് പോയവൻ നമ്മളെ ഭരിക്കാനായിട്ടുള്ള ഉപകരണമായിട്ട് രാജാവ് കണ്ടിരുന്ന അതേപോലെ തന്നെയാണ്. എന്നിട്ട് പോലീസിനെ നന്നാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്ത്? ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള തീട്ടെന്നാണ് വാക്കിൻ്റെ അർത്ഥം. നല്ല മണം, മൈത്രി. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തൊരു തമാശയാണെന്ന് ആലോചിക്കണം. പോലീസ് എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ള ഉപകരണമാണ്. ജനാധിപത്യത്തിനകത്ത് പോലീസില്ല, പോലീസിങ്ങേ ഇല്ല. കാരണം നമ്മുടെ പ്രതിനിധിയാണ്, നമ്മൾ വിട്ടിരിക്കുന്നതാണ് ക്രമീകരണത്തിന്. അവർ പോയി ഭരിക്കാനിരിക്കുന്നതുകൊണ്ടാണ് ഈ പോലീസ് നിൽക്കുന്നത്. ഭരിക്കാനിരിക്കുകയാണ് സുപ്രീം കോടതി, ഭരിക്കാനിരിക്കുകയാണ് ഹൈക്കോടതി. ഉമരെല്ലാം ഭരണക്കാരാണ്. അവിടെ ജാതി സമ്പ്രദായം അനുസരിച്ചിട്ട് ഒരു 400 കുടുംബങ്ങളാണ് ഈ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിൽക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ മാത്രമാണോ? ലോകത്ത് മുഴുവനും ഇങ്ങനെ തന്നെയാണ്. ഇത് മനുഷ്യ പ്രശ്നമാണെന്നും കൂടെ അറിയാം. നമുക്ക് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതിനാലോചിച്ച ഏക സ്ഥലം എന്ന് പറയുന്നത് പഞ്ചായത്താണ്. പണ്ടത്തെ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞാൽ കാപ്പ് പഞ്ചായത്തിൻ്റെ യുക്തിക്കകത്താണ് ഇപ്പോഴും വടക്കേ ഇന്ത്യയിലെ പഞ്ചായത്ത് നിൽക്കുന്നത്. ജാതി സമ്പ്രദായം ഉറപ്പാക്കുന്ന സമ്പ്രദായമാണത്. കാപ്പ് പഞ്ചായത്ത് ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ജാതി സമ്പ്രദായത്തിൻ്റെ ഗ്രാമസഭയാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഗ്രാമസഭ ഉണ്ടാകണമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥലങ്ങളാണ്. ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും തിരഞ്ഞെടുക്കപ്പെടാതിരിക്കരുത്. എക്സ്പെർട്ട് നോളജ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആൾക്കാർ വിചാരിക്കുന്നത് നമുക്കൊക്കെ എക്സ്പെർട്ട് നോളജ് ഉണ്ടാകുന്നില്ല. അതിന് പ്രത്യേകം എങ്ങനെയാണ് ഫാക്ടറിയിൽ പണിയെടുക്കാൻ പഠിച്ചതുപോലെ തന്നെ പഠിച്ചേ പറ്റൂ. ഒരു ഡോക്ടറാകുക എന്ന് പറയുന്നത്, ഒരു വക്കീലാകുക എന്ന് പറയുന്ന എക്സ്പെർട്ട് നോളജിൻ്റെ സ്ഥലമുണ്ട്. എക്സ്പെർട്ട് നോളജിനകത്തും തിരഞ്ഞെടുപ്പ് നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് കയറിയിരുന്നാൽ ചാകുന്ന കാലം വരെ അവനെ ആരെയും പരമാവധി ട്രാൻസ്ഫർ എന്നാണ്. ഈ ട്രാൻസ്ഫർ എവിടെ നിന്ന് വന്ന്? ബ്രിട്ടീഷുകാർ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുമായി രാഷ്ട്രീയ ബന്ധം ഉണ്ടാകാതെ അവൻ്റെ വേരറുത്ത് കളയുന്നതാണ് ട്രാൻസ്ഫർ. ജനാധിപത്യത്തിനകത്ത് ഒരു ട്രാൻസ്ഫറും പാടില്ല, ട്രാൻസ്ഫറേ പാടില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി റെപ്രസെൻറ്റേറ്റീവായിട്ട് വരേണ്ടതുണ്ട്. നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1947 ആഗസ്റ്റ് 16 ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസിൽ, ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ, ഏതെങ്കിലും ഒരു കോടതിയിൽ, ഏതെങ്കിലും ഒരു സെക്രട്ടേറിയറ്റിൽ ആർക്കെങ്കിലും ഈ മുന്നേ വന്നിരിക്കുന്നത് പ്രജയല്ല പൗരനാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ജനാധിപത്യം ഉണ്ടായെന്നോ ജനകീയമായ ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്തുന്നു 1950 ഇന്ത്യക്ക് റിപ്പബ്ലിക്കായി ഡിക്ലെയർ ചെയ്യുമ്പോഴും മുന്നിലിരിക്കുന്ന പൗരനാണെന്ന് അറിയുന്ന ഒരു വില്ലേജ് ഓഫീസ്, ഒരു തഹസീൽദാരുടെ ഓഫീസ്, ഒരു കളക്ടറേറ്റ്, ഇതൊന്നും ഉണ്ടായിട്ടില്ല. ജനാധിപത്യം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത പ്രധാന വിഭാഗമാണ് ഈ ഉദ്യോഗസ്ഥർ. ഇവരെ തെരഞ്ഞെടുത്തേ പറ്റും. സോഷ്യലായ ഓഡിറ്റിങ്, സോഷ്യലായ അക്കൗണ്ടബിലിറ്റിയാണ് തിരഞ്ഞെടുപ്പ്. 5 വർഷത്തേക്ക് ഒരാളെ ഏർപ്പെടുത്തിയാൽ അവർ വേണ്ടം വണ്ണം പെരുമാറിയില്ലെങ്കിൽ അവരെ തിരിച്ചു വിളിക്കാനുള്ള അവകാശമാണ് തിരഞ്ഞെടുപ്പ്. ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് അനുഭവിക്കാത്ത ഉദ്യോഗസ്ഥ വൃത്തത്തിൻ്റെ ഭരണത്തിനെയാണ് നമ്മളിന്ന് ജനാധിപത്യം എന്ന് തെറ്റിദ്ധരിക്കുന്നത്. എന്നിട്ട് ജനാധിപത്യം എന്തുകൊണ്ട് നടക്കുന്നില്ല? 77 വർഷമായി എന്നൊക്കെ പറയും. 77 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, എന്നിട്ടിത് നടക്കുന്നില്ല. ഈ ഘടന എന്ന് പറയുന്നത് മേലുകീഴാണെന്ന് അറിയേണ്ടതുണ്ട്. ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നവൻ രാജാവാണ്, ചീഫ് മിനിസ്റ്റർ രാജാവാണ്, പ്രൈം മിനിസ്റ്റർ രാജാവാണ്, പ്രസിഡന്റ് രാജാവാണ്.
അതുകൊണ്ട് നമ്മൾ രാജാവിനെ മാറ്റിയില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം പാരമ്പര്യമായി രാജാവല്ലാതായി എന്നുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ. പാരമ്പര്യമായി മക്കൾ, അവരുടെ മക്കൾ രാജാവാകുന്നത്. പക്ഷെ അതുപോലും നമ്മളെപ്പോലുള്ള സമൂഹത്തിനകത്ത് മക്കൾ രാജാവാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കോടതികളിൽ മുഴുവൻ നോക്കിയാൽ മതി. നമ്മുടെ കോടതികളിലെ ഒരു 400 കുടുംബത്തിലുള്ളവർ തന്നെയാണ് വക്കീലായി മക്കളെ മുഴുവനും ജഡ്ജിമാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇരിക്കുന്ന ചന്ദ്രചൂഡൻ്റെ അച്ഛൻ ചന്ദ്രചൂഡൻ ജഡ്ജിയായിരുന്നു. അയാളുടെ മോൻ ഇപ്പോൾ വക്കീലായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവനും ചീഫ് ജസ്റ്റിസ് ആകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും നമുക്ക് വേണ്ട. താരതമ്യേന മെച്ചപ്പെട്ടതല്ലയോ ചന്ദ്രചൂഡ് എന്നൊക്കെ ചോദ്യമുണ്ട്. പക്ഷേ അത് താരതമ്യേന നല്ല രാജാവും നല്ല ദൈവവും ഉണ്ടെന്ന് വിചാരിക്കുന്ന പോലെ തന്നെയാണ്. ഈ ഘടനാപരമായ അവസ്ഥയ്ക്കകത്തുനിന്ന് മോചിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചതാണ് പഞ്ചായത്ത്. ത്രിതല പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ട് ഇതുവരെ നമുക്ക് അത് ഉപയോഗിക്കാൻ ഒരു വില്ലേജ് ഓഫീസ് ഇനി ആവശ്യമില്ല, ഒരു തഹസിൽദാരുടെ ഓഫീസ് ഇനി ആവശ്യമില്ല, ഒരു കളക്ട്രേറ്റ് ഇനി ആവശ്യമില്ല, ഒരു കാശിന് കൊള്ളാത്ത ഈ ഗവർണറെ ആവശ്യമില്ല. സമാന്തര ഭരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എലക്ഷൻ നടന്നില്ലെങ്കിലും ഭരണം നടക്കുന്നുണ്ടെങ്കിൽ അതാണ് അപകടം. എലക്ഷൻ നടക്കാതെ ഭരണം നടക്കുന്നത് അവസ്ഥ നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യം സാധ്യമല്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ ഇപ്പോൾ ഈ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടാകുകയാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം അവിടുത്തെ ഡോക്ടർമാരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടക്കണം. തിരഞ്ഞെടുപ്പ് എല്ലായിടത്തും എത്തണം. അവിടെയാണ് സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് നടന്നേ പറ്റും. ഇത് ക്ലാസ് റൂമിൽ തിരഞ്ഞെടുപ്പിനെ പറ്റി പഠിപ്പിക്കണ രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കുന്ന ഇടമാണ് സ്കൂള്. അതിനെ വൃത്തത്തിലിരുന്ന് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ആയിട്ടല്ലാതെ പരസ്പരം സഹകരിച്ച് സംസാരിക്കാനും കൂട്ടായി പ്രവർത്തിക്കാനും. ജനാധിപത്യത്തിൻ്റെ കേന്ദ്രം എന്താണ്? തെരഞ്ഞെടുപ്പാണ്. രണ്ടാമതെന്താണ്? സഹകരണമാണ്. വ്യത്യാസങ്ങൾ നിലനിൽക്കുക. കാരണം ഒരാൾ യൂണിഫോമിറ്റി ഉണ്ടാക്കാനാണ് ക്ലാസ് റൂമിലൊക്കെ ഇപ്പോഴും ജീവിക്കുന്നത്. യൂണിഫോമിറ്റി അല്ല നമ്മൾ പറയുന്നത്. യൂണിഫോം ഇട്ട ആൾക്കാരെ ഒന്നിപ്പിക്കാനൊന്നും ഒക്കത്തില്ല. യൂണിഫോം ഇട്ടവർ തന്നെയാണ് കേരളത്തിലുള്ള മുഴുവൻ പേരും. 100% സാക്ഷരതയുണ്ടല്ലോ. ഒരു കാര്യം ഉണ്ടായിട്ടില്ലെന്ന് നമ്മൾ കാണണ്ടേ? വ്യത്യസ്തതകൾ നിലനിൽക്കെ എങ്ങനെ ഒന്നിക്കുക? ഇപ്പോൾ കാർൽ മാർക്സ് പറയും സാഹചര്യമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, ആ സാഹചര്യമായിട്ട് മനുഷ്യരാണ് സൃഷ്ടിക്കുന്നതെന്ന് പറയും. ഈ സകല സാഹചര്യവും ഒന്നിച്ചതാണ് ഒരു വീടെന്ന് പറയുന്നത്. അവിടെ ജാതിയില്ല, മതമില്ല, ഭാഷാ വ്യത്യാസമില്ല, ആകെ നമുക്ക് പറയാവുന്ന ലിംഗ വ്യത്യാസം മാത്രമാണ്. ഇത്രയും സാഹചര്യങ്ങൾ ഒരുക്കിയിട്ട് എങ്ങനെയാണ് പരസ്പരം അടിക്കുന്നതെന്ന് പറയണ്ടേ? അപ്പോൾ കാർൽ മാർക്സ് പറയുന്ന പോലെ സാഹചര്യം ഒരിക്കലൊന്നും തീരത്തില്ല. കാരണം ജനിതകത്തിനെ പറ്റിയുള്ള അറിവ് അദ്ദേഹത്തിനില്ല, എവല്യൂഷനെ പറ്റിയുള്ള വിവരമില്ല. ഇതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുന്നത്. അത് നാരായണ ഗുരു നമ്മളെല്ലാം മതം ഉണ്ടായ സർവ്വമതത്തിനകത്തും കൂടെ ഒന്നിച്ചു ചേർന്ന് അതിനകത്തെ കേന്ദ്രത്തിലിരിക്കുന്നത് സ്നേഹമാണെന്ന് പറയുന്ന സ്നേഹമതത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത് കാരണം കൊണ്ട് മതത്തിൻ്റെ ഈ ഘടനാപരമായ മേലുകീഴ് യുക്തി പോകത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയ സകല ക്ഷേത്രത്തിനകത്തും മേലുകീഴുള്ള യുക്തിയാണ് നിൽക്കുന്നതും ജാതി സമ്പ്രദായം തുടരുന്നതും അതിനകത്ത് അത് ആണ്. അദ്ദേഹം ഉണ്ടാക്കിയ ക്ഷേത്രങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന് തിരിച്ചറിഞ്ഞ ഒരാളെന്നുള്ള നിലവാരത്തിൽ മാത്രമേ ഞാൻ നാരായണ ഗുരുവിനെ ബഹുമാനിക്കുള്ളൂ. ഇനിയും തൊട്ട് ക്ഷേത്രങ്ങൾ വേണ്ട, വിദ്യാലയങ്ങൾ മതി എന്ന് അദ്ദേഹം പറയുമ്പോൾ വെളിപാട് വന്ന വിവരമല്ല, അനുഭവത്തിനകത്തുനിന്ന് പഠിച്ചതാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പരമജ്ഞാനിയായി വേദാന്തം പഠിച്ച് അദ്ദേഹത്തിന് വെളിപാട് വന്ന് സാമൂഹിക പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറയുന്ന വിവരക്കേടൊന്നും നമ്മൾ പറയണ്ട. അങ്ങനെയല്ല. സഹോദരൻ അയ്യപ്പനെ പോലെയൊക്കെയുള്ള ആധുനിക ജനാധിപത്യ ബോധമുള്ള മനുഷ്യർ കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത് കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് നാരായണ ഗുരുവിന് പുത്തൻ വിവരങ്ങൾ വന്നത്. അതുകൊണ്ടാണ് ഇനിയും തൊട്ട് വേണ്ട, ഞാൻ പണ്ടേ ജാതി മതങ്ങൾ വിട്ടതാളാണെന്നൊക്കെ എഴുതി പ്രഖ്യാപിക്കാൻ പിൽക്കാലത്ത് വന്ന പ്രശ്നം അവിടെയാണ്. വേറെ ആരും ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ പള്ളിയോ അമ്പലം അല്ല. നാരായണ ഗുരു ഒരൊറ്റ കവിത പോലും ദൈവത്തിനെ പ്രകീർത്തിക്കുന്ന സമയത്ത് എഴുതിയിട്ടില്ല. ആകെ സർവ്വമത സമ്മേളനത്തിൻ്റെ ഒരെണ്ണമാണ് എഴുതിയിട്ടുള്ളത്. അത് അനുകമ്പ ദശകം എന്ന് പറയുന്നതാണ്. അത് തന്നെ ചോദ്യചിഹ്നത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇവരെ ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയും. പക്ഷേ ആധുനിക ജനാധിപത്യം, അതുകൊണ്ടാണ് നാരായണ ഒരു സായിപ്പിനകത്തു നിന്നാണ് ഞാൻ ഇത് പഠിച്ചു എന്ന് പറയുന്നത്, സന്യാസം കിട്ടിയെന്ന് പറയുന്നത്. പക്ഷേ ആ സന്യാസം അത്ര മെച്ചമല്ലെന്ന് അറിയേണ്ടതുണ്ട്. അതറിയേണ്ടതുണ്ട്. വേദത്തിനകത്ത് വിവരമല്ല, ലോകത്തിനെ പറ്റിയുള്ള അഭ്യൂഹങ്ങളാണെന്ന് അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ വേദങ്ങളിലെടുത്ത്
പഠിക്കാൻ നടക്കണ്ട എന്ന് പറയുന്നത്? ഒരു അരിമണി മാറ്റുന്ന അറിവ് അതിനകത്തില്ല, ഒരു മുട്ടുസൂചി ഉണ്ടാക്കാനുള്ള അറിവ് അതിനകത്തില്ല, ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന അറിവ് അതിനകത്തില്ല. അത് ശാസ്ത്രത്തിലേ ഉള്ളൂ. ശാസ്ത്രീയമായ അറിവില്ലാത്തതാണ് നാരായണ ഗുരുവിൻ്റെ എല്ലാ കൃതിക്കകത്തുമുള്ള അടിസ്ഥാനപരമായ വിവരക്കേട് എന്ന് തന്നെ ഞാൻ പറയും. കാരണം അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന വേദാന്തം എന്ന് പറയുന്നത് ലോകത്തിനെ പറ്റി അഭ്യൂഹങ്ങൾ മാത്രമാണ്, ലോകത്തിനെ പറ്റിയുള്ള അറിവല്ല. അതുകൊണ്ട് തട്ട് സമൂഹത്തിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യപരമായ ഗുരുത്വമുണ്ടോ ലഘുത്വമേ ഉണ്ടാകത്തുള്ളൂ. ഗുരുത്വമുള്ള നാരായണ ഗുരു എന്ന് പറഞ്ഞ ഒപ്പിട്ട ആൾ തന്നെയാണ്. അതുകൊണ്ട് ലഘുത്വമുള്ള സ്ഥലത്ത് തന്നെ അറിയണം, നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതാണ്. ഒരു ഗുരുത്വവും ജനാധിപത്യപരമാകത്തില്ല. ഒരു ഗുരുവിനോടൊപ്പം ഒരാളും ഇരിക്കത്തില്ല. രമണ മഹർഷിയുടെ സൈഡിലിരിക്കുന്ന ഒരാളെ നമുക്ക് കിട്ടത്തില്ല. കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. എന്തിനാണ് ശ്രീരാമകൃഷ്ണ പരമഹംസത്തിന് ഭാര്യ ഉണ്ടായിട്ട് അയാൾ അവർ കൂടിയിരിക്കുന്ന ഒരു പടം നമ്മൾ കണ്ടിട്ടില്ല. സമത്വമില്ല. സമത്വം ജനാധിപത്യത്തിൻ്റെതാണ്. അത് ഈ ഗുരുത്വമുള്ള ഒരാളിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഒരു വേദത്തിനകത്തൊന്നും ഒരു അത്തരത്തിലുള്ള പൗരാണിക അറിവിനകത്തൊന്നും സമത്വം പഠിക്കത്തില്ല. അത് ജനാധിപത്യത്തിൻ്റെ സംസ്കാരമാണ്. അതിന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇടമാണ് ഇതുവരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയായിരുന്നു. ഇതാണ് ഞാൻ ഈ പറയുന്നത്. പ്രാക്ടീസ് ചെയ്യണോ? ഈ പറയുന്ന ക്ലാസ് റൂമിനകത്ത് രൂപപ്പെടുത്തണം. വീടിനകത്ത് പറ്റില്ല. എല്ലാ വീട്ടിനകത്തും ഒരാളെ വിട്ട് പഠിപ്പിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളെ സ്കൂളിൽ ജനാധിപത്യപരമായ സംസ്കാരവും ഇണകളെ തിരഞ്ഞെടുക്കുന്നതും പഠിപ്പിച്ച് രാഷ്ട്രീയ അവബോധമുള്ള ആളുകളെ സൃഷ്ടിച്ച് വീട്ടിലേക്ക് അയക്കുന്നത് വഴിയാണ് വീട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഈ പ്രക്രിയ ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ട് ക്ലാസ് റൂം തൊട്ട് ഈ സുപ്രീം കോടതി, ഈ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിൽ 350 അവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന വൈസ്രോയിക്ക് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ് അത്. അതിനകത്ത് കയറിയാണ് ഇവിടുത്തെ പ്രസിഡൻ്റ് ഇരിക്കുന്നത്. എന്തിനാണ് ഈ കഴുത പ്രസിഡൻറ്റ്? എന്തിനാണ് ഈ കഴുത പ്രധാനമന്ത്രി? ഇതൊന്നും ആവശ്യമില്ല. കോയലീഷൻ ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിക്കൂടാ. കേന്ദ്ര ഗവൺമെൻറ് ഇല്ല നമുക്ക്. കരുവണ്ടി ഈ പറയുന്ന തട്ട് സമൂഹത്തിൻ്റെ യുക്തിയല്ല പഞ്ചായത്ത് എന്ന് പറയുന്നത്. വാർഡ്, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാനം എന്ന് പറയുന്നത് വൃത്തം വികസിക്കുന്നതാണ്, അല്ലാതെ മേളുകീഴല്ല. വൃത്തത്തിനനുസൃതമായിട്ടുള്ള ഘടനാപരമായ വീടുകളാണ് രൂപപ്പെടേണ്ടത്. ഘടനാപരമായ തട്ട് സമൂഹത്തിൻ്റെ യുക്തികളിലുള്ള ഫാക്ടറികളല്ല രൂപപ്പെടേണ്ടത്. തട്ട് സമൂഹത്തിൻ്റെ യുക്തികളിലുള്ള സെക്രട്ടേറിയറ്റുകളല്ല രൂപപ്പെടേണ്ടത്. തട്ട് സമൂഹത്തിൻ്റെ യുക്തികളുള്ള കോടതികളല്ല ഉണ്ടാകേണ്ടത്. തട്ട് സമൂഹത്തിൻ്റെ യുക്തികളുള്ള പോലീസല്ല ഉണ്ടാകുന്നത്. സിറ്റിസൺസ് അസിസ്റ്റൻസ്, പൗരന്മാരെ അവരുടെ പ്രശ്നങ്ങളെ സഹായിക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നവരാണ്. അവർക്ക് വടിയും യുദ്ധവും വെട്ടുവാളും ഒന്നും കൊടുത്തിട്ടല്ല. എങ്ങനെയാണ് തമിഴ്നാട്ടുകാരും കേരളത്തുകാരനും കൂടെ യുദ്ധം ചെയ്തിരുന്നവർ സഹകരിച്ച് ജീവിക്കാൻ കഴിയും എന്നറിയുന്ന അറിവ് വരുത്തി പഞ്ചാബുകാരനുമായി, ഒരു പരിചയമില്ലാത്ത പഞ്ചാബുകാരനുമായി ഇന്ത്യക്കാരായി വിചാരിച്ച് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്ന അതേ യുക്തി ലോകത്തിനകത്ത് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്ന യുക്തിയാക്കി മാറ്റാൻ പറ്റും. ഇതിന് അതിനല്ല പട്ടാളം ഉണ്ടാക്കിയാലേ നമുക്ക് കഴിയുള്ളൂ. ഒരു തെരഞ്ഞെടുത്ത ആൾ എൻ്റെ കാലത്ത് യുദ്ധം ഉണ്ടാക്കത്തില്ലെന്നും അയലത്തുള്ള രാജ്യങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുന്നതിനാണ് നമ്മൾ രാജ്യം ഉണ്ടാക്കുന്നത്. ഭരണത്തിനല്ല, ക്രമീകരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഡിവിഷൻ മാത്രമാണ്. അല്ലാതെ അത് ഭയങ്കര സംഭവമാണ്. രാജ്യം ഭയങ്കര സംഭവമാണ്. രാജാവിലുണ്ടായിരുന്ന കൂറ് രാജ്യത്തിലോട്ട് മാറ്റുന്നത് വഴിയൊന്നും അത് പരിഹരിക്കത്തില്ല. ഭൂമി കേന്ദ്രമായി ഭൂമിയിൽ ജീവിക്കുന്ന വ്യത്യസ്തതകളുമായിട്ട് കഴിയുന്ന സമൂഹത്തിന് വേണ്ടി രൂപപ്പെടുത്തുന്ന ഘടനയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന പോലെ. യൂണിയൻ ഗവൺമെൻറ്റാണ് ഇന്ത്യക്ക് വേണ്ടത്. അതുകൊണ്ട് അത് അഴിക്കണം. അല്ലാതെ ബ്രിട്ടീഷുകാരൻ നടക്കുന്ന പോലെ, ബ്രിട്ടീഷ് വൈസ്രോയി നടക്കുന്ന പോലെ ആ കോന്തൻ പ്രൈം മിനിസ്റ്റർ അതിൻ്റെ മുന്നേ കയറി ഇങ്ങനെ നിന്ന് പരവതാനി റെഡ് പരവതാനിയും വിരിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ കോപ്പിരാട്ടി കളിക്കുന്ന കുറേ പോലീസുകാരും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നതൊന്നും അല്ല റിപ്പബ്ലിക്കിൻ്റെ ആഘോഷം. ജനാധിപത്യ സംസ്കാരമുള്ള പഞ്ചായത്ത് രൂപപ്പെടുത്തേണ്ടത്. പഞ്ചായത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സമാന്തര ഭരണത്തിന് ഗവർണർ വരെയുള്ള
വില്ലേജ് ഓഫീസ്, തഹസിൽദാരുടെ ഓഫീസ്, കളക്ടറേറ്റ്, ഗവർണർ, ഇത് ഉണ്ടായിക്കൂടാ. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാകണം. ഇതാണ് ഞാൻ എന്നെ തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിൻ്റെ കേന്ദ്രം. സോഷ്യൽ ഓഡിറ്റിങ്, അല്ലാതെ എന്താണ് കൈക്കൂലി വാങ്ങിക്കാത്ത എന്തോ അത് ഗുണം പോലെയാണ്. ഒരുത്തൻ അയാൾ കൈക്കൂലിയൊന്നും മേടിക്കത്തില്ല എന്ന് പറയുന്ന വലിയ ഗുണം, അയാളുടെ പണി മാത്രമാണത്. അല്ലാതെ കൈക്കൂലി വാങ്ങാതിരിക്കുന്നത് ഗുണപരമായ ഒരു മൂല്യമല്ല. അതങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഘടനാപരമായി തട്ട് സമൂഹമുണ്ടോ കൈക്കൂലി ഉണ്ടാകും. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും വലിയ കൈക്കൂലിക്കാരനാണ് രാജാവ്. അവനെ മാറ്റിയത് കാരണം കൊണ്ട് ഈ താഴെയുള്ള കൈക്കൂലിക്കാർ പോകത്തില്ല. ആളുകളെ മറ്റുള്ളവരുടെ അധ്വാനത്തിനകത്ത് അവരെ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സമൂഹ നിർമ്മാണമാണുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി ഇടുന്നത് വഴി ജനാധിപത്യം വരില്ല. പഞ്ചായത്ത് വികസിപ്പിച്ച് എല്ലാ ഉദ്യോഗസ്ഥന്മാരും തിരഞ്ഞെടുക്കാൻ, അത് വ്യത്യസ്തമായ രീതിയിൽ തിരഞ്ഞെടുക്കണം. അതിനൊക്കെയുള്ള ഫോർമാറ്റുകളൊക്കെ നമുക്ക് ആലോചിച്ച് രൂപപ്പെടുത്താൻ പറ്റുന്നതാണ്. അവസാനത്തെ അറിവ് പറയുകയല്ല ഞാൻ. പക്ഷേ ഇത് അഴിക്കാതെ, ഈ ഘടനാപരമായ മേലുകീഴ് സിസ്റ്റങ്ങൾ അഴിക്കാതെ ജനാധിപത്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല. തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടാകരുത്. തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഭരണകർത്താവ് എന്നുള്ള വാക്ക് വീണ്ടും ഞാൻ പറഞ്ഞു പോവുക. അതായത് നമ്മുടെ വാക്കുകളുടെ ക്രമീകരണത്തിനുള്ള ആളുകളെ ഉണ്ടാക്കണം. നമ്മളൊരു കാറിനകത്ത് കയറിയിരുന്നിട്ട് കാർ വിടാൻ പറഞ്ഞാൽ ഡ്രൈവർക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് വണ്ടി ഓടിച്ചുകൂടാ. നമ്മുടെ ആവശ്യത്തിനാണ്, അല്ല ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല. ആവശ്യപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ഇതിനുള്ള ഘടനയുള്ള രൂപപ്പെടുത്തണം. ഈ പണി നമ്മുടെ മുന്നേ നിർത്തിക്കൊണ്ട് ജനാധിപത്യം വികസിക്കുമെന്ന് വിചാരിക്കരുത്. അത് ഇന്ത്യയിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ജനാധിപത്യ സംസ്കാരം എന്ന് പറയുന്നത് രൂപപ്പെട്ടിട്ടില്ല എന്ന് അറിയേണ്ടതുണ്ട്, ചെയ്തെടുക്കേണ്ടതാണ്. താരതമ്യേന കുറച്ച് വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് യൂറോപ്പുള്ളത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ജനാധിപത്യ സംസ്കാരം മനുഷ്യർ ഇനിയും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്.